താങ്കളൊരു സുന്നി വിശ്വാസിയാണ് പൂർണ്ണമായും? തീർച്ചയായിട്ടും. ആരോപണം ആർക്കും നടത്താവുന്നതേ ഉള്ളൂ, തെളിവ് വേണം. മീറ്റ് ദി പ്രസ് പരിപാടിയിൽ മീറ്റ് ദി റിപ്പോർട്ടർ, മീറ്റ് ദി എഡിറ്റേഴ്സ്, മീറ്റ് ദി എഡിറ്റേഴ്സ്, നിങ്ങളുടെ റിപ്പോർട്ടർ, അവർ പറയുന്നു ഞാൻ സലഫി ആശയക്കാരനാണ് എന്ന്, അല്ലെങ്കിൽ ജമാഅത്ത് ആശയക്കാരനാണ്. അതെന്നെ ഒരു തമാശയാണ്. കാരണം ജമാഅത്തും മുജാഹിദും കൂടി ഒരാൾക്ക് ഒരു സമയത്താകാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ ബദ്ധവൈരികളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആരോപിക്കുന്നത് ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള സംഘടനാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി ശുദ്ധീകരണവാദം രണ്ടുപേർക്കും ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെ മനസ്സിലായില്ല? ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തമ്മിൽ സംഘടനാപരമായിട്ടുള്ള ചില അവരുടെ കാര്യമായിക്കട്ടെ. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ്, അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അതിന് തെളിവ് ഉദ്ധരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തെളിവ്. ഇപ്പോൾ താങ്കൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയാണ്, താങ്കൾക്ക് പറയാം. അല്ലെങ്കിൽ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഞാൻ വരാം, ആർക്കും പറയാം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ സലഫിയാണ്, അല്ലെങ്കിൽ തീവ്രവാദിയാണ്, പാൻ ഇസ്ലാമിസത്തിൻ്റെ ആളാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, അതിന് തെളിവ് വേണം. സുന്നി ആശയധാരയിൽ നിന്ന് ഒരിക്കലും വ്യതിരിക്തമായി വ്യത്യസ്തമായി പോയിട്ടില്ലാത്ത ഒരാളാണ്. തീർച്ചയായിട്ടും 100%. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ സൈദ്ധാന്തികമായിട്ട് അശ്അരി തരീഖത്ത് അല്ലെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, നമ്മളിവിടെ ഒറ്റവാക്കിൽ സുന്നിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ പാരമ്പര്യം അതാണ്. ഞാൻ സുന്നിയാണ്, എൻ്റെ പിതാവ് സുന്നിയാണ്, അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ ഇന്ത്യയിലെല്ലാവരും സുന്നികളാണ്. ആ സുന്നികളിൽ തന്നെ പുരോഗമനത്തിൻ്റെ വാദം ഉന്നയിക്കുന്നവരെയാണല്ലോ മുജാഹിദ് എന്നും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പുരോഗമനവാദം താങ്കളിൽ ഉണ്ട് എന്നുള്ളത്. അത് തന്നെ ഈ ഇസ്ലാമിൻ്റെ അകത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ചിലർ പറയുന്നതാണ്. അവർ പുരോഗമനവാദികളല്ല, അവരൊന്നുകൂടി ഇടുങ്ങിയ റിജിഡ് സങ്കുചിത മനോഭാവക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുന്നികൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം പുരോഗമനവാദം എന്ന് പറയുന്നത് മുസ്ലിം ലോകത്ത് ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി പോലുള്ള അശ്അരി സരണിയുടെ വക്താക്കളാണ്. കേരളത്തിൽ KM മൗലവി പോലെ മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ മുജാഹിദ് ആശയങ്ങളുടെ, സീതി സാഹിബിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹിദ് ആശയങ്ങളുടെ വക്താക്കൾ. അവർ ഇസ്ലാമിനകത്ത് പുരോഗമനം വേണം, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നവരാണ്. ആ അർത്ഥത്തിലാണ് മുജാഹിദികളെ പുരോഗമനവാദികളെന്ന് വിളിക്കുന്നത്. അത് പുരോഗമനവാദമാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഇന്ന് അവരെക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മീഡിയക്ക് അറിയുന്ന കാര്യമാണല്ലോ.